ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. സേഫ് അല്ലേ? മഴയൊക്കെ കുറഞ്ഞില്ലേ? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കിവിടെ സുഖമാണ്. എനിക്കും മക്കൾക്കും മിക്കാക്കൊക്കെ സുഖമാണ്. നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, ഫീഡ്ബാക്ക് അറിയിക്കുന്നുണ്ട്. എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എൻ്റെ കഴിവിനനുസരിച്ച്. ഓക്കെ, ഇന്നൊക്കെ കൊണ്ടുവന്ന മീൻ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ആവോലി വലിയൊരു മീനൊന്നുമില്ല കൊണ്ടുവന്നത്, എങ്കിലും കുഴപ്പമില്ലാത്ത വലിപ്പത്തിലുള്ള ഒരു ആവോലിയാണ് കൊണ്ടുവന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല മാംസമുള്ള ഒരു മീനാണ്, അധികം വേസ്റ്റൊന്നുമില്ല. അടുത്ത ഈ ഒരു കൊമ്പനെ നിങ്ങൾ കണ്ടോ? ഇത് കാണുന്ന പോലെയൊന്നുമല്ല കേട്ടോ, കുറച്ച് ഇത്തിരി പ്രശ്നക്കാരനാണ്. ഇതിൻ്റെ പേരാണ് തേർഡ് എന്ന് പറയും ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഈ മുകളിൽ കാണുന്ന മുള്ള്, അതുപോലെ സൈഡിൽ ഏതോ 1-2 മുള്ളുണ്ടെന്ന്. പിന്നെ അത് ഭയങ്കര വിഷമാണ്. അത് കയ്യിൽ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ, ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നു. അതുകൊണ്ട് സൂക്ഷിച്ച് കട്ട് ചെയ്താൽ മതി എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന സുന്ദരനാണ് നമ്മുടെ ചില എന്ന് പറയുന്ന സുന്ദരി. നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. ആ നോക്കിയാണ് നല്ല കുളിച്ച് സുന്ദരിയായി ഫേഷ്യലൊക്കെ ചെയ്ത കണക്കി കിടക്കുന്നത് കണ്ട. ഇത് 6 ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ കയ്യിലുള്ളത് പിന്നെ ഇക്കട മറ്റ് ബന്ധുക്കൾക്കൊക്കെ നമ്മൾ കൊടുക്കും കേട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. ഇതാണ് വീണ്ടും ഇന്നും ഉണ്ടായിരുന്നു നമുക്ക് പരവ. നല്ല മാംസമുള്ള മീനാണ്. നമ്മുടെ പാച്ചുമ എന്ന് വിളിക്കും, പാച്ചുമാക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള മീനാണിത് കേട്ടോ. പാച്ചുമ എപ്പോഴും പറയും, സിയാച്ചു നല്ല മീനൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മുടെ പാച്ചു പറയും. പാച്ചു നിങ്ങൾക്ക് ആരാന്ന് മനസ്സിലായോ? നമ്മുടെ പച്ചക്കുതിര കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല മീനാണ്, ഫ്രഷ് മീനാണ് കണ്ടോ. ഇത് നമ്മൾ ഇന്ന് പൊരിക്കാനെടുത്തായിരുന്നു കേട്ടോ. ഇതിൽ നമ്മൾ പൊരിക്കാനെടുത്തായിരുന്നു. അതുപോലെ നമ്മുടെ ഫസ്റ്റ് കാണിച്ച ആവോലിയും നല്ല മുളകും അതുപോലെ കുരുമുളക് പൊടിയും എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ ഇന്ന് പൊരിച്ചെടുത്തായിരുന്നു. നിങ്ങൾക്ക് മൊത്തത്തിലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും എല്ലാം ഒരുമിച്ച് വെച്ച് ഇങ്ങനൊരു വീഡിയോ വീണ്ടും ഞാൻ എടുത്തത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ മുന്നോട്ടുള്ള വിജയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജായിട്ടും ലൈക്കായിട്ടൊക്കെ നമ്മുടെ ചാനലിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ പരവയും അതുപോലെ ആവോലി ഉണ്ടല്ലോ, ആ ഓലി എടുത്തിട്ട് നല്ല മുളകും കുരുമുളകും പച്ചമുളകും അരച്ചിട്ടും, പക്ഷെ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും എടുത്തില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ ഓലിയുടെ ടേസ്റ്റ് കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഓലിയും കുളിപ്പിച്ചു, നല്ല മസാലയിൽ കുളിപ്പിച്ചങ്ങ് കിടത്തി. എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കില്ലല്ലോ.